നമസ്കാരം. ക്രോസ് മസാജ് മുതൽ ന്യൂഡ് മസാജ് വരെ പുതിയ പുതിയ കാര്യങ്ങളാണ് പലപ്പോഴും സമൂഹത്തിൽ വരുന്നത്. ക്രോസ് മസാജ് വളരെ വർഷങ്ങളായി ഉള്ള ഒരു രീതിയാണ്. ഇത് സ്ട്രിക്റ്റ് സെൻസിൽ ആലോചിച്ചാൽ ഒരു ചികിത്സാ രീതിയാണ്. അതിൽ തെറ്റില്ലെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ എവിടെയാണ് തെറ്റുന്നതെന്ന് ഞാൻ പറയാം. ക്രോസ് മസാജ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് സ്ത്രീ പുരുഷനെ മസാജ് ചെയ്യും, പുരുഷൻ സ്ത്രീയെ മസാജ് ചെയ്യും. സാധാരണ ആയുർവേദ ഹോസ്പിറ്റലുകളിലും പല സ്ഥലങ്ങളിലും ആയുർവേദ സെൻറ്ററുകളിലും സിദ്ധ സെൻറ്ററുകളിലുമൊക്കെ മസാജ് ചെയ്യുന്നത്, ബോഡി മസാജ് ചെയ്യുന്ന പഞ്ചകർമ്മയുടെ ഭാഗമായിട്ടാണ്. 5 ഇനം ചികിത്സാ രീതികളാണുള്ളത്. അത് ഒരാഴ്ചയ്ക്കുണ്ട്, 3 ദിവസത്തേക്കുണ്ട്, ഒരു ദിവസത്തേക്കുണ്ട്, 3 ദിവസത്തേക്കുണ്ട്, ഒരാഴ്ചയ്ക്കുണ്ട്. പിന്നെ ഇപ്പോൾ കിഴി, ഇങ്ങനെ പല രൂപത്തിൽ ധാര എന്നൊക്കെ പറഞ്ഞ് പലതരത്തിലുള്ളൊരു ചികിത്സാ രീതിയാണ്. അതൊരാളിൻ്റെ ബോഡിയെ റെജുവിനേറ്റ് ചെയ്തെടുക്കുന്ന ഒരു ചികിത്സാ രീതിയാണ്. എന്നാൽ ഇതൊരു സുഖ ചികിത്സ കൂടിയാണ്. വർഷത്തിൽ ഒരു പ്രാവശ്യമൊക്കെ പലരും ഇത് ചെയ്യും. കുറച്ച് കോസ്റ്റ്ലിയാണ്. 10-15,000 രൂപ മുതൽ എല്ലാവരും മേടിക്കും. മിനിമം ഒരു 15,000 രൂപയെങ്കിലും 3 ദിവസം 4 ദിവസമൊക്കെ ചെയ്യാം. പക്ഷേ മിക്കവാറും സ്ഥലങ്ങളിൽ ഇത് ചെയ്യുന്നുണ്ട്. ഇത് കുറച്ചുകൂടി അഡ്വാൻസ് പഞ്ചകർമ്മയിൽ നിന്ന് മാറി വെൽനസ് സെൻറ്ററുകൾ വരാൻ തുടങ്ങി. വെൽനസ് സെൻറ്റർ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ഹോളിസ്റ്റിക് ആയിട്ട് ബോഡിയെ കാണുന്ന സെൻറ്ററുകൾ. അത് കഴിഞ്ഞ് സ്പായിലേക്ക് പോയിട്ടുണ്ട്. സ്പായിലേക്ക് പോയപ്പോൾ അത് മാത്രമാണ് അവിടെ ഉള്ളത്, മറ്റൊരു കാര്യമില്ല അവിടെ. മറ്റു സ്ഥലത്താണെങ്കിൽ ആയുർവേദ കോളേജിലൊക്കെ ചികിത്സയുടെ ഭാഗമാണിത്. എല്ലാവർക്കും അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുന്ന ആളിനെ ചെയ്യാൻ പറ്റത്തുള്ളൂ. ബോഡിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിലും ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലാതെ അവിടെ സുഖ ചികിത്സയില്ല. പക്ഷേ ഇതാകുമ്പോൾ സുഖ ചികിത്സയാണ്. ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യം കാശുള്ളവർ പോയി ചെയ്യുന്ന ചികിത്സ. അപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ സ്പാ എന്ന് പറയുന്ന ക്രോസ് മസാജ് പല രാജ്യങ്ങളിലുമുണ്ട്. അത് ഭംഗിയായി നടത്തുന്ന സ്ഥലങ്ങളുമുണ്ട്. ന്യൂഡ് മസാജുള്ള സ്ഥലങ്ങളുണ്ട്, ഭംഗിയായി നടക്കുന്ന രാജ്യങ്ങളുമുണ്ട്. ന്യൂഡ് മസാജ് എന്ന് പറഞ്ഞാൽ നൂൽബന്ധം പോലും ശരീരത്തിൽ ഉണ്ടാവില്ല. ക്രോസ് മസാജ് ആകുമ്പോൾ അത്യാവശ്യം കോണകം ഉടുത്തിരിക്കും, ലൈംഗിക അവയവം മറച്ചിരിക്കും, ബാക്കി ബോഡി മൊത്തം കാണും. ഈ ഒരു വ്യത്യാസമാണ് ഉള്ളത്. സാധാരണ സ്ത്രീകൾക്ക് ചെയ്യും, പുരുഷന്മാർക്ക് ചെയ്യും. അപ്പോൾ ബോഡി കണ്ടാലും കുഴപ്പമില്ലല്ലോ. ഇവിടെ പ്രശ്നം, കേരളത്തിലെ പ്രശ്നം അതൊന്നുമല്ല. മലയാളിക്ക് ഇതിനകത്തുള്ളൊരു ഒരു പക്വത, ഒരു മെച്യൂരിറ്റി ഈ സെക്സിൻ്റെ കാര്യത്തിലില്ല എന്നുള്ളതാണ് ഒരു പ്രശ്നം. ഇവിടെ സ്പാ തുടങ്ങിയാൽ സ്പായ്ക്കുള്ള ലൈസൻസ് എടുത്താൽ, ലൈസൻസ് ഇല്ലാത്തതാണ് മഹാഭൂരിപക്ഷം. അതാണ് ഒന്നാമത്തെ പ്രശ്നം. 2, വളരെ ഇടുങ്ങിയ മുറികളാണ്. 3 എന്ന് പറയുന്നത് മെസ്സയറും ഡോക്ടറും വേണമെന്നാണ് ഒരു ലൈസൻസ്. ഇത് രണ്ടും പലപ്പോഴും കാണത്തില്ല. ഡോക്ടറും കാണത്തില്ല, അവിടെ മെസ്സയറും കാണത്തില്ല. അംഗീകൃത ആളുകൾ, തെറാപ്പിസ്റ്റൊന്നും കാണത്തില്ല. തെറാപ്പിസ്റ്റ് ഹോസ്പിറ്റലിലാണ്. ഇത് മെസ്സയർ എന്ന് പറയുന്ന പോസ്റ്റാണ്. ഇത് രണ്ടും കാണത്തില്ല. 3, അവിടെ വരുന്നത് ക്രോസ് മസാജിങ്ങിനാണെങ്കിലും അത് പിന്നെ ന്യൂഡ് മസാജിങ് എന്ന് പറഞ്ഞ് കൂടുതൽ പൈസ മേടിക്കും. അങ്ങനെ ഒരു ഐറ്റം കൂടി നടക്കും. അപ്പോൾ ആളുകൾക്കൊരു മെൻ്റൽ സുഖം കൂടാണ്. ശരിക്കും ഇതൊരു ബോഡി ചികിത്സയാണ്, അത് മനസ്സിലാക്കുക. ഒരു മെൻ്റൽ ചികിത്സ അല്ല ഇതൊരു ബോഡി ചികിത്സയാണ്. പക്ഷേ അതിന് സ്പായിലേക്ക് പോകുമ്പോൾ ഒരു മെൻ്റൽ ചികിത്സയാവും. അപ്പോൾ അവിടെ ചെല്ലുന്നു, അവിടെ ന്യൂഡ് ഇതുണ്ട്, പല പരിപാടികളും ഉണ്ട്. എന്നാൽ മാന്യമായി നടത്തുന്ന സെൻറ്ററുകളും ഉണ്ട് കേട്ടോ. നമ്മൾ എല്ലാവരും കടച്ചാക്ഷേപിക്കുന്നത്. ലൈസൻസ് എടുത്ത് ഡോക്ടറെ വെച്ച് മസേറെ വെച്ച് വളരെ മാന്യമായി ചെയ്യുന്ന സെൻറ്ററുകളുണ്ട്. അപ്പോൾ ഇനിയാണ് അടുത്ത ക്രക്സ് എന്ന് പറയുന്നത്. അവിടെ പെൺകുട്ടികളെ ഇതിനെടുക്കുന്നതിൽ അവരെ വലിയ ചൂഷണമാണ്. കുറഞ്ഞ ശമ്പളം കൊടുക്കുക. അപ്പോൾ അവരിത് ഒരു പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ അത് ഷൂട്ട് ചെയ്യുക, അവരറിയാതെ ക്യാമറയിൽ ഷൂട്ട് ചെയ്യുക. അത് വച്ചിട്ട് പിന്നെ അവരെ ട്രാപ്പ് ചെയ്യും ആ സ്ത്രീകളെ. കണ്ടാ, നീ ന്യൂഡ് മസാജ് ചെയ്ത അല്ലെങ്കിൽ ക്രോസ് മസാജ് ചെയ്ത സ്ത്രീയാണ്, ചെയ്ത ആളാണ്, നിനക്കിനി സമൂഹത്തിൽ വേറെ ഒരിടത്തും പോയി ജീവിക്കാൻ അനുവദിക്കില്ല, കല്യാണം കഴിക്കാൻ പോലും അനുവദിക്കില്ല, ഇവിടെ തന്നെ നിന്നോണം എന്ന് പറഞ്ഞുള്ള സ്ത്രീകളെ ട്രാപ്പ് ചെയ്യുന്ന പരിപാടി, മിനി ക്യാമറകൾ, മൈക്രോ ക്യാമറകൾ വെച്ച് ഇത് ഷൂട്ട് ചെയ്യുന്ന പരിപാടി, ഇങ്ങനെ ഒരുപാട് ആശ്വാസകരമല്ലാത്ത അനാശാസ്യമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ പിന്നിലുണ്ട്. ഇതെല്ലാം പണം മാത്രമാണ് ഇതിൻ്റെ പിന്നിലുള്ള മോഹം. അപ്പോൾ ഒരു ബോർഡ് വയ്ക്കുക, വെൽനസ് സെൻറ്റർ എന്ന് ബോർഡ് വയ്ക്കുക, അല്ലെങ്കിൽ സ്പാ എന്നൊരു ബോർഡ് വയ്ക്കുക, അതിനകത്ത് ഇത്തരത്തിലുള്ള അരുതായികകൾ ചെയ്യുക. പിന്നെ നമ്മളിവിടെ പ്രോസ്റ്റിറ്റ്യൂഷൻ അനുവദിച്ചിട്ടുള്ളൊരു നാടല്ല. ചെയ്യുന്നുണ്ട് ആളുകൾ, ആരും പിടിച്ചുകൊണ്ടൊന്നും പോകുന്നില്ല, ജയിലിലൊന്നും കൊണ്ടിടുന്നില്ല. പക്ഷേ എങ്കിലും പൊതുസമൂഹം പ്രോസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സ്ത്രീകളെ വേശ്യ എന്ന് വിളിക്കുകയും പ്രോസ്റ്റിറ്റ്യൂട്ട് എന്ന് വിളിക്കുകയും പിന്നെ അവരെ അങ്ങനെ ഉൾക്കൊള്ളുന്നില്ല. അത് പുരുഷന്മാർ അങ്ങനെ ചെയ്താൽ, പല സ്ത്രീകളോട് പോയി കഴിഞ്ഞ് ചെയ്താൽ അത് വലിയ വിഷയവുമല്ല. ഇവിടെ പ്രോസ്റ്റിറ്റ്യൂട്ടനില്ല, ഇവിടെ പ്രോസ്റ്റിറ്റ്യൂട്ടേ ഉള്ളൂ, അതായത് വേശ്യകളേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയും പറയും. വിദേശ രാജ്യങ്ങളിലും അങ്ങനെയല്ല, പല രാജ്യങ്ങളും അങ്ങനെയല്ല. അപ്പം നമ്മുടെ കൾച്ചർ, നമ്മുടെ സാമൂഹ്യ സ്ഥിതി, നമ്മുടെ രാഷ്ട്രീയം, നമ്മുടെ ഒരു ചിട്ടകൾ
കൊണ്ടുപോകുന്ന ചില ആചാരങ്ങൾ, ഇതെല്ലാം ചേർന്നിട്ടാണല്ലോ ഒരു സമൂഹം നിലനിൽക്കുന്നത്. അപ്പോൾ ഇതിൽ വളരെ കൃത്യമായ ഒരു ബോർഡർ ലൈൻ തീരുമാനിക്കാൻ മലയാളിക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് മലയാളിയുടെ പ്രശ്നം. ഇന്ത്യയിലും അങ്ങനെ തന്നെ സ്ഥിതി. പല സ്ഥലങ്ങളിലും ഇതൊരു ബോർഡർ ലൈനുണ്ട്. ഈ ബോർഡർ ലൈൻ തീരുമാനിക്കാൻ നമുക്ക് പറ്റുന്നില്ല. അല്ലാതെ ഇപ്പോൾ ക്രോസ് മസാജ് എന്നൊക്കെ പറയുന്നത് ന്യൂഡായിട്ട് കിടത്തി ചെയ്യുന്ന ഒരു സ്ഥിതി വരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ വളരെ വലുതാണ്. അപ്പോൾ പുരുഷൻ സ്ത്രീയെ ചെയ്യുന്നു, സ്ത്രീ പുരുഷൻ, അപ്പോൾ വലിയ പൈസയും മേടിക്കും ഇതിനകത്ത്. കാരണം ഇതൊരു ഫിക്സഡ് റേറ്റൊന്നുമല്ല, തോന്നുന്ന പണം മേടിക്കും. ഇതൊരു ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു സുഖചികിത്സ അല്ലെങ്കിൽ ഒരു സുഖ പരിപാടി എന്നുള്ളതിൻ്റെ മാറി ഇതൊരു സെക്ഷൽ പരിപാടിയായിട്ട് പോകുന്നതാണ് പലയിടത്തും കാണിക്കുന്നത് ഒരു വശത്ത്. മറുവശത്ത് നിൽക്കുന്ന സ്റ്റാഫാകട്ടെ വരുന്നവരാകട്ടെ അവരെ ചൂഷണം ചെയ്യും. അപ്പോൾ സ്ത്രീകൾക്ക് പുരുഷന്മാരെ, പിന്നെ മുതിർന്ന സ്ത്രീകൾ കൊച്ചുകുട്ടികളെ കൊണ്ട് ചെയ്യിക്കും. ഇതൊക്കെ നല്ല രസമാണ്. തിരിച്ച് ചെയ്യിക്കും. മുതിർന്ന പുരുഷന്മാർ ചെറിയ പെൺകുട്ടികളെ കൊണ്ട് ചെയ്യിക്കും. അപ്പോൾ ചെറിയ പെൺകുട്ടികളെ 18 വയസ്സിന് താഴെയുള്ള പെൺകുട്ടികളെ അപ്പോയിൻ്റ് ചെയ്യുക. നല്ല പൈസയെ കൊടുക്കുമായിരിക്കും, ചിലപ്പോൾ പൈസയും കൊടുക്കില്ല, ട്രാപ്പ് ചെയ്യും അവരെ. പയ്യന്മാരെ അവിടെ ട്രെയിൻ ചെയ്തെടുക്കുക, അവരെ കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കുക. എന്നിട്ട് മറ്റിടപാടുകളും ഇത് ഒക്കെ നടക്കും. ഇതൊരു വേറൊരു ലോകമായിട്ടാണ് ഇത് തീരുമാനിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ക്രോസ് മസാജിങ്ങിനെ ഒരു സയൻറ്റിഫിക്കായി ചെയ്യുന്ന, അല്ലെങ്കിൽ പിന്നെ സ്ത്രീകൾ പുരുഷന്മാരെ ട്രീറ്റ് ചെയ്യുന്നുണ്ട്. എത്രയോ പുരുഷന്മാരായിട്ടുള്ള ഡോക്ടർമാരുണ്ട്. ഡോക്ടർ ജി ജി വേലായുധൻ ഗൈനക്കോളജിസ്റ്റായിരുന്നു. അദ്ദേഹത്തിൻ്റെ മരുമകൻ പ്രസന്നകുമാർ ഗൈനക്കോളജിസ്റ്റായിരുന്നു. അപ്പോൾ ഗൈനക്കോളജിസ്റ്റ് ആകുമ്പോൾ പ്രസവം എടുക്കുമ്പോൾ സ്ത്രീയുടെ ശരീരഭാഗം മൊത്തം കാണത്തില്ലയോ, അല്ല പ്രസവം എടുക്കാൻ പറ്റത്തില്ലല്ലോ ഡോക്ടർക്ക്. അപ്പോൾ എന്താണ്, പിന്നെ അത് നടക്കുന്നുണ്ട്, പക്ഷേ അത് ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടാണ്. അവിടെയൊന്നും മറ്റൊരു പരിപാടിയും നടക്കത്തില്ല, ഒരു കച്ചവടവും നടക്കുന്നില്ല. ഇവിടെ ഒരു വേറൊരു കച്ചവടം നടക്കുന്നുണ്ട്. അതിൻ്റെ സാധ്യതകൾ കൂടി ഈ സ്പായുടെ മുതലാളി അല്ലെങ്കിൽ നടത്തുന്നവർ ചെയ്യും എന്നുള്ള ഒരു ബോർഡർ ലൈൻ വിട്ട് ഓടുന്ന വണ്ടിയാണ്. ഒരു കാട്ടിലേക്ക് കയറുന്ന വണ്ടി പോലെ. ഇത് എങ്ങോട്ടാണ് പിന്നെ പോകുന്നതെന്ന് അറിയില്ല. അപ്പോൾ നിൽക്കുന്ന സ്റ്റാഫിൻ്റെ ജീവിതവും അവരില്ലാതാക്കും, വരുന്ന ആളുകളുടെ ജീവിതവും ഇല്ലാതാക്കും, ആവശ്യമുള്ള പണം ഉണ്ടാക്കും, ട്രാപ്പിലേക്ക് പോവുകയും ചെയ്യും. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു പോക്ക്. ഒരു പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ കാര്യങ്ങളായിരുന്നാൽ പിന്നെ അതിനെ ട്രാപ്പ് ചെയ്ത് ക്യാമറയിലെടുത്ത്, ഫോട്ടോ എടുത്ത്, വീഡിയോയിലെടുത്ത്, മൊബൈലിലെടുത്ത്, പിന്നെ ഒരു ഫോട്ടോ എങ്കിലും കിട്ടിയാൽ മതിയല്ലോ, എടുത്ത് അതിനെ നാശക്കോട്ടയാക്കുന്ന ഒരു സംവിധാനവും പിന്നെ തല്ല്, ബഹളം, അട്ടഹാസം ഇതൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെ വളരെ സ്ട്രിക്റ്റായി, കർശനമായി നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ, ഡോക്ടർമാരുടെ ശിക്ഷണത്തിൽ, മസാജറുടെ ശിക്ഷണത്തിൽ വളരെ സയൻറ്റിഫിക്കായി ഇത്തരം സെൻറ്ററുകൾ ആയുർവേദവും അലോപ്പതിയും ഒക്കെ അനുവദിക്കുന്ന, മെഡിക്കൽ സയൻസ് അനുവദിക്കുന്ന രീതിയിലുള്ള ചികിത്സാ കേന്ദ്രങ്ങളോ വെൽനസ് സെൻറ്ററുകളോ ആക്കി മാറ്റുന്നത് എങ്ങനെ എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. പക്ഷേ നിർഭാഗ്യവശാൽ അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. സെക്രട്ടേറിയറ്റിൻ്റെ മൂക്കിന് താഴെ, കോർപ്പറേഷൻ ഓഫീസിൽ നിന്ന് 2 കിലോമീറ്ററിന് താഴെ അനധികൃതമായി ഒരു സ്പാ പ്രവർത്തിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ പിന്നെ ഈ രാജ്യത്ത് എവിടെയൊക്കെ പ്രവർത്തിക്കും, അല്ലെങ്കിൽ സംസ്ഥാനത്ത് എവിടെയൊക്കെ പ്രവർത്തിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഒരു അഴുക്ക ലിങ്കേജാണ് പൊളിറ്റിക്കൽ ലീഡർമാർ, പോലീസുകാരന്മാർ, അതുപോലെ തന്നെ പിന്നെ ബ്യൂറോക്രസി. ഇന്നലെ ഞാൻ ഒരു കാര്യം ഇവിടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇന്നലെ രാജേഷ് വളരെ ഗുരുതരമായ ചില കാര്യങ്ങൾ പറഞ്ഞു. അതായത് ഈ നെക്സസിൽ പോലീസുകാരുണ്ട്, ഉദ്യോഗസ്ഥരുണ്ട്, അവർക്ക് മെസ്സാജ് ചെയ്തു കൊടുക്കും ആദ്യം, അപ്പോൾ അവർ ഈ ട്രാപ്പിലായി, പിന്നെ അവരിത് കണ്ണടയ്ക്കും. വളരെ ഗുരുതരമായ ഭരണകൂടത്തിൻ്റെ ഒരു ഒത്താശയോട് നടക്കുന്ന പ്രവൃത്തിയാണ്. എന്തായാലും മേയർ രാജേഷ് തിരുവനന്തപുരത്തെങ്കിലും വളരെ കർശനമായി നിൽക്കും എന്നുള്ള ഒരു മെസ്സേജ് പറയുന്നു. അതിലും അദ്ദേഹത്തിന് കയ്യടി നന്നായി സമൂഹത്തിൽ നിന്നും മാധ്യമങ്ങളിൽ നിന്നുമൊക്കെ കിട്ടിയിട്ടുണ്ട്. ഈ ടെമ്പോ നിലനിർത്താൻ വി വി രാജേഷ് മേയർക്ക് കഴിയട്ടെ.